നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ആക്ച്വലി ഞാൻ ഒരു പുതിയ ഡെക്ക് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല മെസ്സേജസ് ഉണ്ട് തോന്നുന്നു ഇതിൽ. ഓക്കെ, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇന്ന്. ഇത് ഒറാക്കിൾ ഡെക്കാണ്, പക്ഷെ എന്നാലും നമുക്ക് ഐ തിങ്ക് നല്ല മെസ്സേജസ് കിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എടുക്കാം, കറണ്ട് ഫീലിംഗ് എടുക്കാം. ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ഈ ഡെക്ക് വെച്ചിട്ടൊന്ന് പരിശോധിക്കാം. ഓക്കെ, ആദ്യം നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് എന്താണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് നോക്കാം. ഓക്കെ, ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. ഓക്കെ, പ്ലീസ് അത് മനസ്സിലാക്കുക. അത് ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. ഓക്കെ, കുറച്ച് പേരുടെ എനർജി ചിലപ്പോൾ പിക്ക് ചെയ്യുള്ളൂ. സിറ്റുവേഷൻസും പലർക്കും പലതായിരിക്കും, ഓരോരുത്തരുടെ സ്വഭാവം പലതായിരിക്കും. അതൊക്കെ ഒരുപാടുണ്ട് കാര്യങ്ങൾ. ഓക്കെ, സോ എല്ലാം നോക്കിയിട്ട് ഡീൽ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന്. ഷാഡോ സൈഡാണ് ആദ്യം തന്നെ. 9 of Pentacles, High Priest, ഓക്കെ, Knight of Swords. ഓക്കെ, ഇന്നലത്തെ എനർജിയിൽ നിന്ന് ഒരുപാട് ചേഞ്ച് ഉണ്ട്. ഇന്നത്തെ ഡെത്ത് വീണ്ടും ഉണ്ട്. ഇന്നലെയും ഐ തിങ്ക് ഡെത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, നൈറ്റ് ഓഫ് സോഡ്സും ഐ തിങ്ക് ഇന്നലെ ഉണ്ടായിരുന്നു അല്ലേ? യെസ്, ഈ 2 കാർഡ്സ് ഇന്നലെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എനർജിയുടെ ഒരു കണ്ടിന്യൂറ്റി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഓരോ ദിവസവും അല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ വൺ മോർ കാർഡ്. മെറ്റീരിയസ് ഇതാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻ സൈലൻ്റ് ആയിരിക്കും ഇന്ന്. ഓക്കെ, നിങ്ങൾ സംസാരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളവരാണെങ്കിൽ പേഴ്സണൽ റിലേഷൻ സൈലൻ്റ് ആയിരിക്കാമെന്ന്. ഇന്നധികം കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു കണക്ക്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി സെപ്പറേഷനിലായിരിക്കാം, ഓൾറെഡി ചിലപ്പോൾ ഒന്ന് അകന്ന് നിൽക്കുന്നവരായിരിക്കാം, കോണ്ടാക്ട് ഇല്ലാത്ത ആൾക്കാരാവാം ഡെത്ത് ആണെങ്കിൽ. ഓക്കെ, ബട്ട് ഇന്നത്തെ ദിവസം ഐ തിങ്ക് പേഴ്സൺ ലേശം ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് കാണുന്നത്. എനിക്ക് ഫീലിങ്സ് വൈസ് ആക്ച്വലി ഇപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് റൊമാൻറ്റിക് എനർജി ഒന്നും പിക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അവർക്ക് നിങ്ങളോടുള്ള ഒരു റൊമാൻറ്റിക് ഫീലിംഗ് ഒന്നും പിക്ക് ചെയ്യുന്നില്ല. ഇന്നത്തെ ദിവസം എനിക്ക് കാണുന്ന ഷാഡോ സൈഡാണ്. ഷാഡോ സൈഡ് എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ചില പേടികൾ, ചില ഫിയേഴ്സ്, ചില ടെൻഷൻ കാര്യങ്ങൾ, അവരുടെ തന്നെ ചില അവനവനിലേക്ക് നോക്കുകയാണെന്നവർ. അതാണ് മെയിനായിട്ട് എനിക്ക് ഇവിടെ കാണുന്നത്. ഇതിവിടെ ഹൈ പ്രീസ്റ്റ്, ഹെർമിറ്റ്, 4 of Cups എല്ലാം പറയുന്നത് അവരുടെ ലൈഫിലെ അവനവനെ കുറിച്ച് കുറച്ച് അനലൈസ് ചെയ്യാണ്. അവരുടെ ചില സ്വഭാവങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ചില ശീലങ്ങളെക്കുറിച്ച്, അവരുടെ ലൈഫിലെ ചില കാര്യങ്ങളെക്കുറിച്ച്, അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്. ഓക്കെ, അങ്ങനെ പലതും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അവരുടെ ലൈഫിൽ നടന്ന ചില കാര്യങ്ങൾ, അതിനെല്ലാം കുറിച്ച് ഇന്ന് അവരുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളുള്ള ഒരു ദിവസമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എന്താവും ഇന്നത്തെ എനർജി. ഓക്കെ, അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. വളരെ സൈലൻ്റ് ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി 9 of Pentacles നമ്മൾ ഇത് എടുക്കാറുള്ള ഇൻഡിപെൻഡൻ്റ് എന്ന രീതി പറയും. അതായത് ഇന്നൊന്ന് അവർ ഫ്രീ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അവർ ആരും വേണ്ട ഇന്ന് കൂടെ എന്നൊരു മട്ടിലാണെന്ന്. ഓക്കെ, ഇന്ന് ആരും വേണ്ട. സോ അവരുടെ ഒരു ലൈഫ് തനിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നു, തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുക. കാരണം ഇവിടെ 8 of Pentacles ഉണ്ട്. അപ്പോൾ 8 and 9. അപ്പോൾ അവരുടെ ഫൈനാൻസ് എങ്ങനെ ബെറ്റർ ആക്കാം എന്ന് ചിന്തിക്കുമായിരിക്കാം. ഫൈനാൻഷ്യൽ കാര്യങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും ലൈഫിൽ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കാം. ഓക്കെ, അവർ സ്ട്രെസ് അടിക്കുന്നുണ്ട് ഒരുപാട്. ഞാൻ പറഞ്ഞ പോലെ അവരുടെ ലൈഫിൽ സിറ്റുവേഷൻസ് മുമ്പ് പാസ്റ്റ് നടന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, പാസ്റ്റിലായിരിക്കാം, ചിലപ്പോൾ ഇപ്പോഴായിരിക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവാം, അതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്രോബ്ലംസ് ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട് അവർ ലൈഫിൽ. എന്ത് തരത്തിലും ആവാമല്ലോ. ഓക്കെ, ഫൈനാൻഷ്യൽ ആവാം, ഫാമിലിയിലാവാം, പല കാര്യങ്ങളും ആയിരിക്കും. ബട്ട് ഇവിടെ മെയിൻ ഫോക്കസ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു കാര്യം കിട്ടിയിട്ട് ഫൈനാൻഷ്യലാണ്. അതിനെക്കുറിച്ചുള്ള ടെൻഷൻ ഉണ്ട് അവർക്ക്. അവരുടെ തന്നെ മനസ്സിൽ അനാവശ്യമായ പേടിയാണെന്ന് പറയാം ഒരു തരത്തിൽ. ഓക്കെ, അവർക്ക് ആക്ച്വലി ഈ കാർഡും അങ്ങനെയാണ് നമ്മൾ പറയാം, അനാവശ്യമായി ചിന്തിച്ചു കൂട്ടുന്ന കാര്യമാണ്. ഓക്കെ, ആക്ച്വലി ഇത് കുറച്ചുകൂടി നല്ലതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കുന്നത് നല്ലതാണ്. ഷാഡോ സൈഡ് എന്ന് പറയുമ്പോൾ അവനവൻ്റെ ഉള്ളിൽ എന്താണ്, ഞാൻ ചെയ്ത എന്തെങ്കിലും തെറ്റുകളുണ്ടോ, എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അധികം മാറ്റാനുണ്ടോ എന്നൊക്കെ ചില ആലോചനകൾ അവരുടെ ഉള്ളിൽ വരുന്നുണ്ടാവാം. ഓക്കെ, മേ ബി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കാണാം അവരോട്, തെറ്റ് അവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എടുത്ത് പറഞ്ഞു കാണാം. തെറ്റ് ഇത് ഇന്ന കാര്യം നല്ലതല്ല എന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു കാണാം. അതിനെക്കുറിച്ചായിരിക്കും അവർ ചിന്തിക്കുന്നത്. അവരുടെ മനസ്സിൽ ചില പേടികൾ, ചില ഫിയേഴ്സ് ഒക്കെ നടക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, താഴെ നല്ല സൗണ്ട് വരും. സ്നോ ക്ലീൻ ചെയ്യാണ് അവരവിടെ, മഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പോൾ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ സൗണ്ട് വരും. ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, പോട്ടെ. സോ കൂടുതൽ സൗണ്ട് വന്നാൽ ഒന്ന് ഞാൻ നോക്കാം.
ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണുന്നത് അവർ സ്ട്രെസ് അടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് വറി ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, രാത്രി ഉറക്കമില്ലാത്ത രീതിയിൽ അവർക്ക് വല്ലാത്ത ഒരു ടെൻഷനും കാര്യങ്ങളും അവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. പല കാര്യങ്ങളും അവരുടെ ഉള്ളിൽ ഓർത്ത് അവർ ടെൻഷനിലാണ്. ഓക്കെ, അവരുടെ തന്നെ സ്വഭാവത്തിനെ കുറിച്ചായിരിക്കാം. ഓക്കെ, അവർ തന്നെ ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം. എൻ്റെ ഉള്ളിൽ നമ്മൾ പറയില്ലേ, നമ്മളെപ്പോഴും അവനവൻ്റെ ഉള്ളിൽ നമ്മൾ അനലൈസ് ചെയ്യണം. ഓക്കെ, അവർ സൈലൻ്റ് ആയിരുന്നു, ഇന്നിപ്പോൾ അത് ചെയ്യുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. സ്പിരിച്വലി ഓക്കെ, ഇത് ശരിക്കും എവിടെയോ സ്പിരിച്വൽ ഗൈഡൻസ് ആണ്. അവർക്ക് യൂണിവേഴ്സായിട്ട് ചില അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവാം അവർക്കെന്ന്. ഓക്കെ, ഇന്ന് അവരെ മനസ്സിലായി തിങ്ക് അങ്ങനത്തെ ചിന്തകളാണ്. നൈറ്റ് ഓഫ് സോർട്സും ഡെത്തും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്നലെ പറഞ്ഞ അതേ കാര്യമാണ്. അവർക്ക് വരണം എന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ അടുത്ത് വരണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരു മാറ്റം പക്ഷെ അവരുടെ ലൈഫിൽ വരാനുണ്ട്. അതിൻ്റെ ആണ് ചിലപ്പോൾ ഇപ്പം നടക്കുന്നുണ്ടാവാം, എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനെ മാറ്റണം എന്നുള്ളൊരാഗ്രഹം അവർക്കുണ്ട്, അങ്ങനെയും പറയാം. ഓക്കെ, ഐ തിങ്ക് ഇതേക്കുറിച്ചുകൂടി ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ് ഇന്നത്തെ ദിവസം. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുന്നത് എന്താണ് നോക്കട്ടെ കേട്ടോ. ഇത് മുഴുവൻ അവരുടെ മനസ്സിൻ്റെ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ വന്നത്. ഓക്കെ, വാട്ട് ആർ യു തിങ്കിങ്? വ്യൂവറിനെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? ഹാങ്മാൻ ആണ്, ഞാൻ പറഞ്ഞില്ലേ. ഫൈനാൻസിൻ്റെ കാര്യങ്ങളാണ് അവർക്ക് ഒരുപാട് വറി. ഇപ്പോൾ ഫൈനാൻസിനെ കുറിച്ച്, സ്റ്റെബിലിറ്റിയെ കുറിച്ച്, അവരുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് സൗണ്ട്. ഓക്കെ, അവരുടെ സ്വന്തം ലൈഫിനെ കുറിച്ച്, അവരുടെ സ്വന്തം കാര്യങ്ങളെക്കുറിച്ച്, എന്താ പറയുക, ഫൈനാൻസ് മോസ്റ്റ്ലി അത് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവരതിനുള്ള ഒരു ശ്രമത്തിലാണ്, അവരുടെ ലൈഫിനെ ബെറ്റർ ആക്കുന്ന ശ്രമത്തിലാണ്. ഓക്കെ, ഐ തിങ്ക് ഇപ്പോൾ സോറി, ഇന്ന് എനിക്ക് ഫീലിങ്സിൻ്റെ ഒന്നും വരുന്നില്ല. നിങ്ങളുമായിട്ട് ചിലപ്പോൾ ബെറ്റർ ആവണം, നിങ്ങൾക്കൊരു മേ ബി ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ അവർ ശ്രമിക്കുമായിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, എന്തുകൊണ്ടെന്ന് ഒട്ടും ഫീലിങ്സ് ഒന്നും വരാത്തത്, ഇന്ന് വല്ലാതെ അവർ ഐ തിങ്ക് ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമിലാണ്. ഇന്നത്തെ ദിവസം അവരുടെ മനസ്സിൽ റൊമാൻസിൻ്റെ ഒരു ആറ് പോലും ഇല്ല എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, പ്ലീസ് വേറെ ഡെക്ക് എടുക്കണോ? വേണ്ട, ലാസ്റ്റ്. ഓക്കെ, ഗുഡ്. ഹൈ പ്രീസ്റ്റസ്. യാ, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, ഓർക്കായൊന്നുമില്ല, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഓർക്കുന്നുണ്ട്, നിങ്ങളോട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം അവർക്കുണ്ട്, ശരിക്കുമുണ്ട്. നിങ്ങളോട് വളരെയധികം ആക്ച്വലി ശരിക്കും ഒരു തരത്തിൽ നിങ്ങളോടൊരു പുള്ളാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവർ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അവർ പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. അവർക്ക് തോന്നുന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഈ വ്യക്തിയോട് ഇത്രത്തോളം എനിക്കൊരു അട്രാക്ഷൻ തോന്നുന്നത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പക്ഷെ എന്താണ്, അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ അവർ തന്നെ സ്വയം അങ്ങോട്ട് അടക്കി വെക്കുകയാണ്, അവരതിനെ മാറ്റി വെക്കുകയാണ്. ഓക്കെ, കാരണം അവരുള്ളിലെ പേടികൾ ട്രിഗർ ആവുകയാണ്. ഓക്കെ, മേ ബി നിങ്ങളോടുള്ള ഈ അട്രാക്ഷൻ ആയിരിക്കാം അവർക്ക് പേടി. എന്നിട്ട് അവർക്ക് തോന്നുന്നുണ്ടാവും ദറ്റ് ഞാനങ്ങനെ ഫുള്ളി ഇതിൽ ഇൻവോൾവ് ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ അടുത്ത ശരിയാവില്ല എന്നുള്ള തോന്നലായിരിക്കാം. മൂൺ കാർഡാണ്, പലതും മറച്ചു വെക്കുന്നുണ്ട്, പലതും മനസ്സിലുണ്ട് എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് ഉണ്ട്, ഹൈ പ്രീസ്റ്റും ഉണ്ട്, ഹൈ പ്രീസ്റ്റസും ഉണ്ട്. ശരി, രണ്ടുപേരും ഐ തിങ്ക് ഇപ്പോൾ ഒരു സ്പിരിച്വൽ പാത്തിലായിരിക്കാം ചിലവർ. നിങ്ങളും ഒരു സ്പിരിച്വലായിട്ട് കൂടുതൽ ഇതുണ്ടാവും, അവേക്കൻ ഉണ്ടാവും. നിങ്ങളുടെ പേഴ്സണും അതേപോലെയാണ് എനിക്ക് കാണുന്നത്. അവരും ഒരു സ്പിരിച്വൽ ഒരു ഇതിൽ രണ്ടുപേരും. ഓക്കെ, ലേഡീസ് ജെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോളൂ. ബട്ട് നിങ്ങളോടൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് തോന്നുന്നത് എന്താണ് ഇത്ര ഒരു സ്ട്രോങ് പുൾ എനിക്ക് ഇവരോട് തോന്നുന്നത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അവർക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരിക്കാം, അങ്ങനെയായിരിക്കാം. ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക്. തീർച്ചയായിട്ടും നിങ്ങളോടൊരു സ്നേഹം, റെസ്പെക്റ്റ് എല്ലാം ഉണ്ട് അവർക്ക്. ഓക്കെ, ബട്ട് ഇന്നത്തെ ദിവസം അവർ ഓക്കെ ഒരല്പം ഫീലിങ്സിൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ട്. ബട്ട് വളരെ വളരെ ഇന്നത്തെ ദിവസം അവർ ചിന്തിക്കുന്നത് മുഴുവൻ അവർ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ചിന്തകളാണ്. നമുക്ക് മറ്റേ ഇടയ്ക്ക് നോക്കാം. ഇന്നത്തെ ദിവസം ശരിയല്ല. ഓക്കെ, സാറില്ല, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളോട് ഇഷ്ടമില്ല, സ്നേഹമില്ല എന്നല്ല കിട്ടിയത്, നമുക്ക് അത് മനസ്സിലാക്കാം. ഓക്കെ, സൈലൻ്റ് ആണ് എന്ന് മാത്രം. ഓക്കെ, സമയം കൊടുത്തേക്ക് അവർക്ക്. എന്താണ് നടക്കുന്നത് അവരുടെ ലൈഫിൽ എന്ന് നമുക്കൊന്ന് നോക്കാം. അവരുടെ ലൈഫിൽ ഇപ്പം എന്താ നടക്കുന്നത്? ഓക്കെ, നമുക്ക് ഈ ഡെക്ക് നോടി നോക്കാം. കാർമിക് ഫ്രണ്ട്സ്. Okay, romantic love affair. Good. Carless. Okay. Bad karma എന്ന് കാണുന്നുണ്ട് ഇവിടെ. Uninterested. Okay. Haunted. Child services. Moving on. ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സൺ ഇന്ന് ഒരുപാട് എന്തൊക്കെയോ അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം ചിന്തിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒന്ന് പറയുന്നത് കാൺ ഫുള്ളി ട്രസ്റ്റ് ദം, ടെൻഷൻ, സീക്രട്ട് കോമ്പറ്റീഷൻ.
ഓക്കെ, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ലൈക്ക് ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ടാവാം. ഓക്കെ, അതായത് തെറ്റിദ്ധരിപ്പിക്കുക, നിങ്ങൾ പരസ്പരം തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുക, നിങ്ങളോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെപ്പറ്റി അവരോട് മോശമായിട്ട് പറയുക, അവരോട് നിങ്ങളെപ്പറ്റി അങ്ങനെ എന്തെങ്കിലും തരത്തിൽ കളിക്കുന്ന ആരെങ്കിലും ഉണ്ടാവാം. ഒന്ന് നിങ്ങൾ സൂക്ഷിക്കാൻ ഉള്ള ഒരു വാർണിംഗ് ആയിട്ട് എടുക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ശ്രദ്ധിക്കണം എന്ന രീതിയിലാണ് എനിക്ക് ഇവിടെ കാണുന്നത്. നിങ്ങൾ തമ്മിൽ യെസ് റൊമാൻറ്റിക് ലവ് അഫെയർ ആണ്, പക്ഷെ സീക്രട്ട് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള രഹസ്യമായ ഒരു ബന്ധമായിരിക്കാം. അതുകൊണ്ടായിരിക്കും മേ ബി നിങ്ങളോട് ഓപ്പണായിട്ട് സംസാരിക്കാനും കാര്യങ്ങളും അവർക്ക് പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ കാർ ലെസ് എന്നുണ്ട്, എന്ന് വെച്ചാൽ അവർ കാറിന് എന്തോ പ്രോബ്ലം എന്നാണ് കാണുന്നത്. ഓക്കെ, നോ കാർ ഇഷ്യൂസ്. ഓക്കെ, ചിലവർക്ക് ഇപ്പം നിങ്ങൾ മീറ്റ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു പക്ഷെ വന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി അവർ കാറിൻ്റെ എന്ന് വിചാരിക്കേണ്ട, കാറ് അല്ലെങ്കിൽ വണ്ടിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അത് മീൻസ് അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെയാണ്. ഓക്കെ, ചിലപ്പോൾ അവർ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല, എന്നിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നുള്ളത് ചിലപ്പോൾ തുറന്ന് പറയുന്നുണ്ടാവില്ല. ബട്ട് ഇതൊക്കെ ചില കാര്യം ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കാം. നിങ്ങൾ നോക്കിയെടുക്കുക. ബാഡ് കർമ്മ എന്ന് കാണുന്നുണ്ട് നിങ്ങൾ തമ്മിലിപ്പോൾ. അവർ ചെയ്ത എന്തെങ്കിലും കർമ്മയുടെ, അവർ ചെയ്ത എന്തെങ്കിലും തെറ്റുകളുടെ ബാഡ് കർമ്മ അവരുണ്ടാക്കിയിട്ടുള്ളതിൻ്റെ ഒരു ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അതും ഷാഡോ സൈഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അവർ ചെയ്ത ചില തെറ്റായ കാര്യങ്ങൾ, ഓക്കെ, അതിൻ്റെ അവർക്കൊരു ഫലം കിട്ടുന്ന സമയമായിരിക്കാം. അതുമൊക്കെ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്നുണ്ടാവാം. അൺഇൻട്രസ്റ്റഡ്, ഇപ്പം അവർ തൽക്കാലം ഒന്നിലും ഇൻട്രസ്റ്റഡ് അല്ല. ഓക്കെ, ഐ തിങ്ക് അവർ മാറി നിൽക്കുന്നുണ്ടാവാം നിങ്ങളുടെ അടുത്ത് നിന്ന്. അതിപ്പോൾ നെഗറ്റീവായിട്ട് എടുക്കണ്ട. നിങ്ങൾ തമ്മിൽ ഉണ്ട്, അഫെയർ തന്നെയാണ്. ഓക്കെ, ബട്ട് ഇഷ്ടം തന്നെയാണ്, സ്നേഹം തന്നെയാണ്. പക്ഷെ പല കാര്യങ്ങളും ഇപ്പോൾ അവരുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ട് എന്ന തരത്തിലാണ്. ആൻഡ് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെമ്മറീസ് ഉണ്ട്, ഫ്ലാഷ് ബാക്ക്. ഓക്കെ, അവരുടെ ലൈഫിലും ചില കാര്യങ്ങൾ, ചില ട്രോമ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ എൻഡിങ് വന്നത് അവർക്ക് വേദന ഉണ്ടാവും, വിഷമം ഉണ്ടാവും എന്ന രീതിക്കൊക്കെയാണ്. ആൻഡ് ഇവിടെ ചൈൽഡ് സർവീസസ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ പല ഡൈവേഴ്സ് കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയാണ്. നിങ്ങളുടെ ആവാം അല്ലെങ്കിൽ അവരുടെ ആവാം. ഓക്കെ, അപ്പോൾ അതുമൊക്കെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, മൂവിങ് ഓൺ കാണുന്നുണ്ട്. അൺഇൻട്രസ്റ്റഡ് ആൻഡ് മൂവിങ് ഓൺ. മേ ബി നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയല്ല. ബട്ട് മേ ബി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ദാറ്റ് ആ പേഴ്സൺ ഇപ്പോൾ ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല, അവർ വരുന്നില്ല, അവർ മൂവ് ഓൺ ചെയ്യാണ് എന്ന് തോന്നാം. ഓക്കെ, തീഫ്, റോബ്ഡ്, ലോസ്, തെഫ്റ്റ് ഈസ് അഗൈൻ സെയിം തിങ്. അവർക്ക് പണം നഷ്ടം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഐ തിങ്ക് പറഞ്ഞു തോന്നുന്നു അല്ലേ. ഓക്കെ, അവർക്ക് പണം നഷ്ടം വന്നിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ കളവ് പോയി കാണാം, എന്തെങ്കിലും അവർക്കൊരു ട്രോമ അവരുടെ ലൈഫിൽ നടക്കുന്നത്, എന്തെങ്കിലും സിറ്റുവേഷൻസ്, വളരെ മോശമായ സിറ്റുവേഷൻസ് ചിലതിൽ ഗോ ത്രൂ ചെയ്യുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, വേറെ ഇടയ്ക്കുന്ന നമുക്ക് എന്തെങ്കിലും ടു ഡിസീവനിങ്, യെസ്, ഇൻറ്റു യു, യെസ്, അവർക്ക് നിങ്ങളോട് ഇഷ്ടം തന്നെയാണ്, സ്നേഹം തന്നെയാണ്. ഓക്കെ, ഡൗട്ടൊന്നുമില്ല. സ്ക്രീൻഷോട്ട്, ഗെറ്റിംഗ് എവിഡൻസ്, ലവ് ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ. ഓക്കെ, യെസ്, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറെ വ്യക്തി ഉണ്ടാവാം, അവർ മാരീഡ് ആയിരിക്കാം. നിങ്ങൾ അഗൈൻ ഇവിടെ നമ്മൾ കുട്ടികളുടെ കാര്യം പറഞ്ഞു, സോ മാരീഡ് ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഫാമിലി ചിലപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ ലൈക്ക് അവർ മാരീഡൊക്കെ ആണെങ്കിൽ മേ ബി നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും മനസ്സിലാക്കി കാണാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആരെങ്കിലും അറിഞ്ഞു കാണാം. ഓക്കെ, അവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവാം, അവർ വീട്ടിൽ പ്രശ്നങ്ങൾ വന്ന് കാണാം, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞു കാണാം ദറ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറൊരു വ്യക്തി ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞു കാണാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇടയിൽ ഐ തിങ്ക് പ്രോബ്ലംസ് നടക്കുന്നത്. ആൻഡ് ഇവിടെ പക്ഷെ അവർ നിങ്ങളോട് ഇഷ്ടമുണ്ട്, അവർക്ക് ഇൻ ടു യു എന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ നല്ല ഒരു അട്രാക്ഷനാണ്, ഇഷ്ടമാണ്, ഇപ്പോൾ എല്ലാം ഉണ്ട്, നിങ്ങൾ തമ്മിലെല്ലാം ഉണ്ട് ഇവിടെ. ഓക്കെ, ടു ബിസി വിന്നിങ്. പക്ഷെ അവരിപ്പോൾ ഐ തിങ്ക് അവരെ ഫോക്കസ് അവരെ ലൈഫിലേക്കാണ്, അവരെ കാര്യങ്ങളിലേക്കാണ് ഇന്നത്തെ ദിവസം അറ്റ്ലീസ്റ്റ്. ഓക്കെ, ഇന്നത്തെ ദിവസം അവർ അറ്റ്ലീസ്റ്റ് അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് പേഴ്സൺ ഞാൻ നേരത്തെയും പറഞ്ഞു, അവർ ഇപ്പോൾ അവരെ ലൈഫിൽ അവരെ സ്വന്തം കാര്യങ്ങൾ, അവർ ചെയ്ത തെറ്റുകൾ, അവർ പല കാര്യങ്ങളും ഇന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ് എനിക്ക് കാണുന്നത്. ലുക്കിംഗ് യു അപ്പ്, ലാസ്റ്റ് വൺ, മാരിയിങ് ഫോർ മണി ഈസ്. കുറച്ച് പേർക്ക് അഗൈൻ ഇവിടെ മേ ബി നിങ്ങളുടെ പേഴ്സൺ വേറെ ആരെങ്കിലും മാരേജ് ചെയ്യാൻ നിൽക്കുന്നുണ്ടാവും, റെഡി ആവുന്നുണ്ടാവാം. ഓക്കെ, അവർ ലൈക്ക് പക്ഷെ അതും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അതാ പറഞ്ഞത്, അവർ പണം, അവരുടെ സ്റ്റെബിലിറ്റി, അവരുടെ ലൈഫ് ശരിയാക്കുന്ന ഒരു കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് കാണുന്നത്. നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ ലുക്കിംഗ് യു അപ്പ് എന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ ഇപ്പോഴും നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളറിയാതെ അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ നോക്കുന്നുണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ബട്ട് ഇന്നത്തെ ദിവസം എനർജി ലേശം ഇതൊരിട്ട് 1-2 കാർഡ്സ് പോസിറ്റീവായിട്ടുള്ളൂ ഇവിടെ നിന്ന്. നിങ്ങളോട് ഇഷ്ടം അവർക്കുണ്ട്, പക്ഷെ സിറ്റുവേഷൻ സാഹചര്യം ഇന്ന് തീരെ ശരിയല്ല, ഇന്നത്തെ ദിവസം അറ്റ്ലീസ്റ്റ് ശരിയല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സമാധാനമായിട്ടിരിക്കുക. എനിക്ക് അത് വിട്ട് കളയുക, ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ മൈൻഡ് വയ്ക്കുക. എനിക്ക് പേഴ്സൺ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് ശരിയായിട്ട് അവർ വരട്ടെ എന്ന് പറഞ്ഞ സമയം കൊടുക്കുക പേഴ്സണിന്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ മിണ്ടാതെ, പക്ഷേ നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ അവനവനെ സ്നേഹിക്കുക, അവനവനെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. എനിക്ക് കാര്യങ്ങൾ ചെയ്യാം, നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.